ശബരിമല തന്ത്രി അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഈ വാജിവാഹനം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ. അപ്പൊ അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? അദ്ദേഹം തെറ്റ് തിരുത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ? അല്ല, ഇപ്പം ഞാൻ ഇതിനകത്ത് നമ്മൾ ഈ വാർത്ത ചെയ്തു. മധു മണിമല എന്നുള്ള മാധ്യമ പ്രവർത്തകനാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ടുവന്നത്. അപ്പോൾ ആ ശബരിമല കൊടിമരത്തിന് മുകളിലുണ്ടായിരുന്ന ഭഗവാന്റെ വാജിവാഹനം അത് എവിടെ എന്ന ചോദ്യം വന്നു. അത് കാണാനില്ല എന്നൊക്കെ വന്നപ്പോഴത്തേക്ക് തന്ത്രി സ്വമേധയാ മുന്നോട്ട് വന്ന് അത് തൻ്റെ പക്കലുണ്ടെന്ന് പറഞ്ഞു. കൊടിമരം മാറ്റുന്ന സമയത്ത് പ്രയാർ ഗോപാലകൃഷ്ണൻ, അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, തന്നെ ഏൽപ്പിച്ചു. താനത് കൊണ്ടുപോയി, തൻ്റെ അവകാശമാണ് എന്ന് താൻ പറഞ്ഞു. അങ്ങനെ തന്നെ ഏൽപ്പിച്ചു എന്നാണ് തന്ത്രി വെളിപ്പെടുത്തിയത്. അങ്ങനെ പക്ഷേ ഇപ്പോൾ വിവാദം എന്ന് പറയുന്നത് അങ്ങനെ തന്ത്രിക്ക് അത് കൊണ്ടുപോകാമോ എന്നുള്ളതാണ് തർക്ക വിഷയം. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കാണാനില്ല, അത് മോഷണം പോയി, അതിന് 500 കോടി രൂപ വരെ കൊടുക്കാൻ ആളുകളുണ്ട് എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് വലിയൊരു എന്താ കുംഭകോണം പോലെയൊക്കെ ഒരു കൊള്ള പോലെയൊക്കെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്ക് അത് വളർന്നു. അപ്പോൾ തന്ത്രി ഈ വിവാദമുണ്ടായപ്പോൾ നമ്മുടെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പ്രശസ്ത സംവിധായകനൊക്കെയായ വിജി തമ്പി ചേട്ടൻ തന്ത്രിയോട് സംസാരിച്ചു. തന്ത്രി അപ്പോൾ അഡ്മിറ്റ് ചെയ്തു, എൻ്റെ പക്കലുണ്ട്, എൻ്റെ പക്കലതുണ്ട്, അത് തന്ത്രിക്ക് അവകാശപ്പെട്ടതാണ്. ഈ ക്ഷേത്രത്തിലെ മുതൽ, കാരണം ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൻ്റെ പിതൃസ്ഥാനീയനാണ് തന്ത്രി എന്നാണ് പൊതുവിൽ വിശ്വാസം. അതുകൊണ്ട് അവിടുത്തെ ഈ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കൾ, ഭഗവാന്റെ ഉപേക്ഷിക്കപ്പെടുന്ന വസ്തുക്കൾ ഉപേക്ഷിക്കുന്ന അല്ല, ഇത്തരം സാധനങ്ങളുടെ ഒരു ഉടമസ്ഥാവകാശം മകൻ്റെ ആണല്ലോ, കൈവശം വെക്കാൻ തന്ത്രിക്ക് അവകാശമുണ്ട് എന്ന തരത്തിൽ താനത് കൊണ്ടുപോയതാണ്. ഇപ്പോൾ വലിയ വിവാദമാകുന്നുണ്ടെങ്കിൽ താനത് തിരിച്ചു കൊടുത്തേക്കാം എന്ന് പറഞ്ഞുവെന്നും എന്നോട് വിജി തമ്പിച്ചേട്ടൻ പറഞ്ഞത്, ഞാനത് തിരിച്ചു കൊടുക്കാമെന്ന് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്തെഴുതി കൊടുത്തിട്ടുണ്ട് തന്ത്രി. അപ്പോൾ ഇനി അത് വന്ന് കൊണ്ടുപോവേണ്ടത് ദേവസ്വമാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വന്ന് കൊണ്ടുപോകണം. അല്ലാതെ ഈ പറഞ്ഞ സമയത്ത് തന്ത്രി കൊണ്ടുപോയി ശബരിമലയിൽ ഏൽപ്പിച്ചിരിക്കാന്നല്ല. എൻ്റെ പക്കലുണ്ട്, തന്ത്രി അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നതല്ല. അപ്പോൾ തന്ത്രി അവിടെ കൊണ്ടുപോയതായിട്ട് രേഖയില്ലാതിരിക്കുകയും തന്ത്രിയുടെ വീട്ടിലിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു മോഷണം എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷേ ഇപ്പോൾ തന്ത്രി പറയുന്നത്, തന്ത്രി സ്വമേധയാ പറഞ്ഞു എൻ്റെ പക്കലുണ്ട്, ഞാനത് വിവാദമുണ്ടായ സാഹചര്യത്തിൽ തിരിച്ചു കൊടുക്കാം, തിരിച്ചു വന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് കത്ത് കൊടുത്തിട്ടുണ്ട്. കത്ത് കൊടുത്ത സ്ഥിതിക്ക് ഇനി ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ വന്നിട്ട് ഇത് കൊണ്ടുപോകണം, കളക്ട് ചെയ്തുകൊണ്ട് പോകണം. അതാണ് ഇപ്പോഴത്തെ പൊസിഷൻ എന്നാണ് വിജി തമ്പിച്ചേട്ടൻ എന്നോട് പറഞ്ഞത്. അപ്പോൾ അത് നമ്മൾ ഫോണിൽ സംസാരിച്ചതാണ്. വേണമെങ്കിൽ ഓഡിയോ കേൾപ്പിക്കാം, അതിൻ്റെ ആവശ്യമില്ലല്ലോ, കാരണം നമുക്ക് നേരിട്ട് ആ കാര്യം പറയാവുന്നതുള്ളൂ. അപ്പോൾ തമ്പിച്ചേട്ടൻ അത് അസന്നിഗ്ധമായി പറഞ്ഞു. അപ്പോൾ ഞാൻ തമ്പിച്ചേട്ടനോട് ചോദിച്ചു, തമ്പിച്ചേട്ടൻ മറ്റൊരു വിവാദം കൂടെ വരുന്നുണ്ടല്ലോ, ഏറ്റുമാനൂരിലെ ഋഷഭവാഹനം അതും തന്ത്രിയുടെ പക്കലുണ്ട്. കാരണം തന്ത്രിക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിൽ രാജീവ് കണ്ഠരർക്ക് തന്ത്രമുണ്ട്. അതുകൊണ്ട് അതുണ്ടോ എന്നുള്ള ചോദ്യവും അദ്ദേഹം ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ തന്ത്രി പറഞ്ഞു അതെൻ്റെ പക്കലില്ല എന്ന് തന്ത്രി പറഞ്ഞു എന്നാണ് വിജി തമ്പിച്ചേട്ടനോട് തന്ത്രി പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഏറ്റുമാനൂരിലെ ഋഷഭവാഹനം എവിടെയെന്നുള്ള ചോദ്യം ബാക്കിയാണ്. തന്ത്രിയുടെ പക്കലില്ലെങ്കിൽ അത് എവിടെ പോയി എന്നുള്ളത് ഈ അടുത്ത വിവാദമായിട്ട് വരും. എവിടെ പോയി? തന്ത്രിയുടെ കയ്യിലില്ല. പിന്നെ ഏറ്റുമാനൂരിൽ അന്ന് കൊടിമരം മാറ്റിയപ്പോഴുള്ള ഋഷഭവാഹനം എവിടെ പോയി? അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ വിജി തമ്പിച്ചേട്ടനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറഞ്ഞത് ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല, അത് ഒന്നെങ്കിൽ ദഹിപ്പിക്കണം മരമാണെങ്കിൽ, അല്ലെങ്കിൽ ശിലാരൂപമാണെങ്കിൽ ആഴമുള്ള ജലാശയത്തിൽ ഒഴുക്കണം, അല്ലെങ്കിൽ ഉരുക്കണം. ഇതാണ് ചെയ്യേണ്ടത്. ആ നടപടിക്രമത്തിൽ ഒരു പാളിച്ച വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഒരു വിധി 1970 ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ ആ വിധി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുണ്ട്. വൈക്കം ക്ഷേത്രത്തിലെയോ മറ്റോ ഈ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസിൽ തന്ത്രിക്ക് അവകാശപ്പെട്ടതാണെന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ഒരു താന്ത്രികമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ചൈതന്യം ആവാഹിച്ചു കഴിഞ്ഞാണ്. അപ്പോൾ ചൈതന്യം മാറ്റി എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ജഡമാണ്. ജഡവസ്തു വീട്ടിൽ വെക്കാമോ? അങ്ങനെ ജഡവസ്തു വീട്ടിൽ വെക്കുന്നത് ദോഷം വരത്തില്ലേ എന്നൊരു ചോദ്യമുണ്ട്. അത് തന്ത്രി അത് അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ അത് വെച്ചതെന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും ഇതിനകത്തുള്ള ചില വിശദീകരണങ്ങൾ കൂടി വരാനുണ്ട്. ഏതായാലും തന്ത്രി അദ്ദേഹത്തിൻ്റെ നില സുരക്ഷിതമാണ്. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. തന്നെ അവകാശം പെട്ടതിരിക്കാണെന്ന് പറയും, ദേവസ്വം പ്രസിഡന്റ് കൊടുക്കുകയും ചെയ്തപ്പോൾ ഞാനത് കൊണ്ടുപോകുന്നു, എൻ്റെ പക്കലുണ്ട്. പിന്നീട് അതൊരു വിവാദമാകുമ്പോഴാണ് ഇത് തനിക്കൊരു മനസ്താപം ഉണ്ടാകുന്നു, ഇത് ഞാൻ ഈ വിവാദത്തിനൊന്നുമില്ല, അത് തിരിച്ചു കൊടുത്തേക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധിയെ നമുക്ക് മാനിക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നീട് നമ്മുടെ ഒരുപാട് ആളുകൾ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഇന്നലെ ഈ നമ്മളാ വാർത്ത തത്വമയി ന്യൂസിൽ മധു മണിമല പറഞ്ഞ വിവരങ്ങളെ അടിസ്ഥാനമാക്കി നമ്മളൊരു വീഡിയോ ചെയ്തതിന് ശേഷം എൻ്റെ ഫോണിന് വിശ്രമം ഉണ്ടായിരുന്നില്ല. തന്ത്രിയെ അനുകൂലിച്ചും തന്ത്രിയെ എതിർത്തും
കൃത്യമായി ശാസ്ത്രപ്രകാരം എന്തൊക്കെയാണ് ഇവിടുത്തെ നടപടിക്രമങ്ങൾ എന്നൊക്കെ വിശദമാക്കി ഒരുപാട് ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗത്തുനിന്നും അക്ഷരാർത്ഥത്തിൽ വെറുതെ നമ്മൾ മേനി പറയുകയല്ല, അയ്യപ്പ വിശ്വാസികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ട്. അവർ അവരുടെ അനുഭവങ്ങൾ പറയുന്നു ഒക്കെ പറയുന്നു. അപ്പോൾ അതിനകത്ത് ആ ഇൻ്റർവ്യൂവിൽ നമ്മൾ പറയുന്നുണ്ട്, മധുമണിമല അദ്ദേഹം തത്വമയി ടി വിയിൽ നടത്തിയ ഒരു ഇൻ്റർവ്യൂവിൽ വളരെ എനിക്ക് ഹൃദയത്തിൽ കൊണ്ടൊരു കാര്യം ഞാൻ കോട്ട് ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞതായിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഒരു പെൺകുട്ടി വന്നിട്ട് തന്ത്രിയുടെ മുറിക്ക് പുറത്തിരുന്ന് ഭക്തർക്ക് പ്രസാദം കൊടുക്കുന്നു. അപ്പോഴേക്കും അദ്ദേഹം കയ്യിൽ ഇങ്ങനെ നോട്ടുകൾ അടുക്കി പിടിച്ചിരിക്കുകയാണ്, ദക്ഷിണയായിട്ട് കിട്ടുന്ന. ഒരു പെൺകുട്ടി വന്ന് ചോദിച്ചു, എനിക്ക് പ്രസാദം തരാമെന്ന് ചോദിച്ചു. അപ്പോൾ നിൻ്റെ കയ്യിൽ പൈസ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എന്നാൽ പൊക്കോ എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി തിരിച്ചുപോയി. ഉടനെ ഇദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, അങ്ങനെയല്ല, ആ കുട്ടിക്ക് ഇനി എത്രയോ വർഷങ്ങൾ കഴിഞ്ഞേ മലയ്ക്ക് വരാൻ പറ്റത്തുള്ളൂ, ഇനി 10-50 വർഷമെങ്കിലും കഴിയണം, അതുകൊണ്ടൊരു കാര്യം ചെയ്യൂ, പ്രസാദം കൊടുക്കൂ എന്ന് പറഞ്ഞപ്പോൾ പ്രസാദം കൊടുത്തു. ദക്ഷിണ ഞാൻ തന്നേക്കാം എന്ന് ഈ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം അന്ന് വെളിപ്പെടുത്തിയത്. അത് നമ്മൾ എടുത്തു പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ് എന്ന് പറഞ്ഞു. നമ്മളത് കണ്ടിട്ടില്ല. അത് സംബന്ധിച്ച് ഒരുപാട് പേർക്ക് ആക്ഷേപം പറയുന്നുണ്ട്. അവർ പറയുന്നത് അങ്ങനെയല്ല, തന്ത്രി അവിടെ വരുന്നവർക്കെല്ലാം പ്രസാദം കൊടുക്കുന്ന ആളാണ്, അദ്ദേഹം അതിന് പണം ചോദിച്ചു വാങ്ങുന്ന സ്വഭാവമൊന്നുമില്ല, ഞങ്ങൾ സാക്ഷികളാണ് എന്നും പറഞ്ഞിട്ട് ഒരു 25 പേരെങ്കിലും എന്നെ വിളിച്ചിട്ടുണ്ട്. ശബരിമലയിൽ പോയി തന്ത്രിയുടെ പക്കൽ നിന്ന് പ്രസാദം വാങ്ങുന്നത്. അപ്പോൾ ഒരു വിവാദം ഉണ്ടാകുമ്പോൾ അതിന് എരിവും പൊടിപ്പും തൊങ്ങലും ഒക്കെ വെക്കാനുള്ള ഒരുപാട് കഥകളും ഉപകഥകളും ഒക്കെ ഉണ്ടായി വരും. ഇതൊന്നും നമുക്ക് നേരിട്ട് ബോധ്യമല്ല. രാജീവർ ശബരിമല തന്ത്രി ആയതിനു ശേഷം അദ്ദേഹത്തിന് ശത്രുക്കൾ ഒരുപാട് ഉണ്ട്. കാരണം അദ്ദേഹം കൂടുതലും മറ്റ് തന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തമായി ഹൈന്ദവ പ്രസ്ഥാനങ്ങളുമായിട്ടൊക്കെയുള്ള ഒരു അടുപ്പം കാണിക്കുകയും ഒരു സനാതന ധർമ്മ പ്രചരണം അത്തരം മൂവ്മെൻറ്റിനെയൊക്കെ ഒന്ന് ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളിൽ ഭാഗവാക്കാവുകയും ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യുന്ന ചില ആളുകളുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം കൂടെ ഞാൻ കിട്ടും. ഇതെല്ലാം വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഇതിനകത്ത് ABCയുടെയോ അല്ലെങ്കിൽ എൻ്റെയോ വ്യക്തിപരമായ അഭിപ്രായങ്ങളൊന്നുമില്ല. നമുക്ക് ശബരിമല നന്നായി നടക്കണം. നമ്മളൊക്കെ ഈ ഭൂതനാഥനായ അയ്യപ്പനിൽ വിശ്വസിക്കുന്ന അയ്യപ്പ വിശ്വാസികളായ ആളുകളാണ്. അവിടെ ക്ഷേത്രത്തിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് നമുക്ക് വലിയ സങ്കടമുണ്ട്. അവിടെ കൊള്ള നടക്കുകയാണ്. ഇതൊക്കെ വലിയ കാര്യമാണ്. അതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, ആളുകൾക്കൊരു അവബോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ജനകീയ സമ്മർദ്ദമുണ്ടായി അവിടുത്തെ കുഴപ്പങ്ങൾ പരിഹരിക്കാൻ ആവോളം ശ്രമിക്കാനുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് പക്ഷമൊന്നുമില്ല. നമുക്ക് ആകെയുള്ള പക്ഷം അയ്യപ്പ പക്ഷമാണ്. തന്ത്രിയോട് നമുക്ക് ബഹുമാനമാണ്. അദ്ദേഹത്തെ ഡിഫൈം ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് പശുക്കളുണ്ടെങ്കിൽ അദ്ദേഹം തിരുത്തണം. ഇപ്പോഴും നമ്മൾ പറയുന്നു, അദ്ദേഹം വാജിവാഹനം അദ്ദേഹം കൊണ്ടുപോയത് ശരിയായില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. കാരണം അല്ലെങ്കിൽ അദ്ദേഹം ഈ തിരുവല്ല മഹാദേവ ക്ഷേത്രത്തിൽ ചെയ്തതുപോലെ വാജിവാഹനം അദ്ദേഹത്തിന് കിട്ടുമ്പോൾ ഒരു ദക്ഷിണ വാങ്ങിച്ചതിന് ശേഷം തിരിച്ചവിടെ ഏൽപ്പിക്കുക. എന്നിട്ട് ദേവസ്വം അങ്ങനെ ചെയ്യാം. അങ്ങനെ പലയിടത്തും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തന്ത്രിക്ക് ചെയ്യാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിനെതിരെ ഈ ആക്ഷേപം വരത്തില്ലായിരുന്നു. മാത്രമല്ല ഇതിനകത്ത് ഈ തന്ത്രിയൊക്കെ തന്ത്രി കുറച്ചുകൂടെ സ്റ്റേണായിട്ടും സ്ട്രോങ് ആയിട്ടും ഒരു നിലപാടെടുത്തിരുന്നെങ്കിൽ ഈ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് അവിടെ ഇങ്ങനെ ഇടപെടാൻ കഴിയുമായിരുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പിന്നെ ഈ തന്ത്രിയല്ല, എല്ലാ തന്ത്രിമാരുടെയും കാലത്ത് നടക്കുന്ന ഒരു കാര്യം, ശബരിമലയിൽ വഴിപാടൊക്കെ നടന്നിട്ട് നറുക്കെടുപ്പിലൂടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ലിസ്റ്റിനെ കുറിച്ച് പറയുന്നത് ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് ഒരു മേൽശാന്തിമാരായിട്ട് വരേണ്ടവരുടെ ഒരു പട്ടിക ഉണ്ടാക്കും. പക്ഷെ പലപ്പോഴും പറയുന്നത് അങ്ങനെയൊന്നുമില്ല. രാഷ്ട്രീയ പാർട്ടി, ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി അവരോട് അടുപ്പമുള്ള ആളുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. സഖാക്കന്മാരായ ശാന്തിക്കാരുടെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കും. എന്നിട്ട് അത് കുടത്തിലിട്ട് ചെറിയ കുട്ടികളെ കൊണ്ട് എടുപ്പിക്കും. അങ്ങനെയാണ് ചെയ്തത്. എടുക്കുന്ന നടപടി സുതാര്യമാണ്. പക്ഷേ പേരിൽ ലിസ്റ്റിൽ വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള കുറേ ഒരു രാഷ്ട്രീയ ഇടപെടലൊക്കെ ഉണ്ട്. സ്വതന്ത്രമായിട്ടാണ് നറുക്കെടുപ്പ് നടക്കുന്നത്, അതിൽ കുഴപ്പമൊന്നുമില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ അങ്ങനെ വരുന്ന മേൽശാന്തിമാർ പലപ്പോഴും ഒരു മേൽശാന്തി എന്നോട് സംസാരിച്ചു, ഒരു മുൻ മേൽശാന്തി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ പറയേണ്ട ഒരു കാര്യമുണ്ട്, ഞങ്ങളല്ലേ മേൽശാന്തി, പക്ഷെ ഞങ്ങൾ കീഴ്ശാന്തിയാണ്. ഞങ്ങൾക്ക് നട തുറക്കുക, നട അടയ്ക്കുക, ഇത് മാത്രമേ പറ്റുന്നുള്ളൂ. കാരണം സർവ്വനേരവും വന്ന് പൂജിക്കുന്നത് തന്ത്രിയാണ്. ഈ തന്ത്രിയല്ല, തന്ത്രിമാരായിരിക്കുന്നവരാണ് പലപ്പോഴും പൂജിക്കാൻ വരുന്നത്. അപ്പോൾ മേൽശാന്തിയുടെ ജോലി നട തുറക്കുക, നട അടയ്ക്കുക, മറ്റ് കീഴ്ശാന്തിയുടെ ജോലി ചെയ്യുക. അപ്പോൾ തന്ത്രിമാർ സർവ്വനേരവും ക്ഷേത്രത്തിൽ പൂജ നടത്തേണ്ടതുണ്ടോ? അതിന് പറയുന്നൊരു ന്യായം, മേൽശാന്തിമാരായിരിക്കുന്ന ആളുകൾ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വരുന്നവരാണ്, അവർക്ക് ശബരിമലയിലെ ആചാര രീതികൾ അറിയില്ല. അതുകൊണ്ട് കൃത്യമായി അറിയാവുന്ന തന്ത്രി ചെയ്യുന്നു എന്നാണ് മുൻകാലങ്ങളിലൊക്കെ തന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ന്യായം.
പക്ഷേ ഒരു തന്ത്രി മേൽശാന്തി ചുമതല ഏറ്റെടുക്കുമ്പോൾ ഭഗവാന്റെ മൂലമന്ത്രം അദ്ദേഹത്തിൻ്റെ കാതിൽ ചൊല്ലിക്കൊടുത്തിട്ടാണ് ചുമതലയേക്കുന്നത്. അത് രഹസ്യമായി കാതിൽ ചൊല്ലിക്കൊടുക്കുന്നതാണ് മൂലമന്ത്രം. ഓരോ ദേവതാ സങ്കല്പത്തിനും ഓരോ മൂലമന്ത്രമുണ്ട്. അങ്ങനെ ആ മൂലമന്ത്രം ചൊല്ലിക്കിട്ടിയ ആൾ പൂജ ചെയ്യട്ടെ, തന്ത്രി ഒരു വിശിഷ്ട അവസരങ്ങളിൽ ചെയ്യട്ടെ. അല്ലാതെ ഈ പറഞ്ഞ എനിക്കറിയില്ല ഇതിൻ്റെ അവസ്ഥയും, ഈ സർവ്വനേരവും തന്ത്രിമാരാണോ പൂജ ചെയ്യുന്നത് എന്നുള്ളത് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാർക്കറിയാം. ഇപ്പോൾ ഒരു മുൻ മേൽശാന്തിയാണ് എന്നോട് പറഞ്ഞത്, ഞങ്ങൾക്ക് മേൽശാന്തി എന്ന് പേരേ ഉള്ളൂ, സത്യത്തിൽ കീഴ്ശാന്തിയുടെ പണിയാണ് ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതല്ല. തന്ത്രി ഒരു സ്ട്രോങ് ആയ നിലപാടെടുത്തിരുന്നെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള അവതാരങ്ങൾക്ക് അവിടെ കയറി നിരങ്ങാൻ കഴിയില്ലായിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് ഭഗവാന്റെ പിതൃസ്ഥാനം അലങ്കരിക്കുന്ന ഒരാളെന്നതിൽ തന്ത്രി കുറച്ചുകൂടെ ശക്തമായ നിലപാടുകൾ ഏതു ക്ഷേത്രത്തിലും, ശബരിമല മാത്രമല്ല, ഗുരുവായൂരാണെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണെങ്കിലും കുറച്ചുകൂടെ സ്ട്രോങ് നിലപാടുകൾ വേണം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ എന്തെല്ലാം കേൾക്കുന്നു, അവിടെ മാംസാഹാരം വിളമ്പിനെക്കുറിച്ച് വരെയുള്ള വാർത്തകൾ കേട്ടു. അപ്പോൾ ക്ഷേത്രങ്ങളെ ആകെ പങ്കിലമാക്കാനും അവിടുത്തെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ഒക്കെ ഹനിക്കാനുമുള്ള ശ്രമങ്ങൾ നടക്കുമ്പോൾ അവിടെ ഒരു ബ്രേക്ക് പോലെയോ ഒക്കെ പ്രവർത്തിക്കേണ്ട ആളാണ് തന്ത്രി. അപ്പോൾ ആ തന്ത്രി അങ്ങനെ പ്രവർത്തിക്കണം. അദ്ദേഹത്തിൻ്റെ കരുത്ത്, അദ്ദേഹത്തിൻ്റെ പ്രാധാന്യം മുഴുവൻ മനസ്സിലാക്കി കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലെയും തന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് ഒരിടപെടൽ ഉണ്ടാവണം എന്നാണ് നമ്മുടെ അഭ്യർത്ഥന. ഏതായാലും ഭഗവാന്റെ വാജിവാഹനം ശബരിമലയിലേക്ക് തിരിച്ചു പോവുകയാണ്. അത് വന്ന് എടുത്തുകൊണ്ട് പോകേണ്ടത് ഇനി ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തമാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് തന്ത്രി കത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് ഔദ്യോഗികമായി നമുക്കറിയാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.